അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നെന്താ പരിപാടി? ഇന്നെന്താ പരിപാടി? പോവല്ലെന്നാ? ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മുടെ അമ്മാമ്മ കൂടി ഉണ്ട്. ഇന്നത്തെ പരിപാടി നമ്മൾ വീണ്ടും നമ്മുടെ ഇത് പിക്കിംഗ് ആണെന്ന സംഭവം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ അതേപോലെ തന്നെ വീണ്ടും പിക്കിംഗ് തന്നെയാണ് സംഭവം. നല്ല വെയിലുള്ള ദിവസമാണെന്ന് കണ്ടോ. നല്ല കുറേ ആൾക്കാരുണ്ട് കണ്ടില്ലേ. ലെക്സിൻ ടോബിയൊക്കെ റെഡി ആയിട്ട് നിൽക്കണേ. ലെക്സിനൊക്കെ ആണോ? ഓക്കെ. നമുക്ക് ഈ പ്രാവശ്യം സെയിം സ്ഥലത്ത് തന്നെ വന്നിരിക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സെയിം സ്ഥലത്ത് തന്നെയാണ്. നമുക്ക് അവിടേക്ക് ചെല്ലാം. ഓക്കെ, നല്ല തിരക്കുണ്ട് ഇന്ന്. പറക്കാൻ വന്നതാണോ? ഓ, ഈച്ചേനെ പേടിയാണോ? അവിടെയാണോ? ഈ പ്രാവശ്യം അധികം ഇല്ലല്ലോ കുഞ്ഞു. ഇവിടെ നോക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ നോക്കണ്ടോ. അങ്ങ് എടുത്തോ. അത് ഇട്ടോ. ഫ്രണ്ടിക്ക് പോയി നോക്കോ. അത് വേണ്ട ബേബി, അത് ചവിട്ടിയതാ. വേണ്ടോ. പിന്നെ ഈ പ്രാവശ്യം വളരെ കുറവാണ്. മുമ്പ് നമുക്ക് ഇഷ്ടം പോലെ ആയിരുന്നു. മുമ്പ് ഇവിടെ ഭയങ്കര അധികമായിരുന്നു. നമ്മൾ അപ്പർ സൈഡിലായിരുന്നു. ബട്ട് ഈ പ്രാവശ്യം കുറവായിരുന്നു. ഈ പ്രാവശ്യം അത് ഇതില്ലാന്ന് എടുത്തിട്ടോ. ഗുഡ്. ടേസ്റ്റ് നോക്കട്ടെ, കഴിച്ച് ടേസ്റ്റ് ഉണ്ടോ? നല്ലതാ ബേബി. എത്ര ടേസ്റ്റ് ഉണ്ട് നോട്ടെ ബേബി, എത്ര ടേസ്റ്റ് ഉണ്ട്? കുഞ്ഞു ഈ പ്രാവശ്യത്തെ വിളവ് പക്ഷെ മുമ്പ് കൊറേ ഇഷ്ടം പോലെ അല്ലായിരുന്നു. അതെന്നറിയോ, നമ്മൾ ഈ ടൈമിലല്ല വന്നേ. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാരും പറിച്ചുകൊണ്ട് ഉണ്ട്. നമുക്ക് ഇങ്ങനെയായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കണം. കണ്ടോ, കുറേയൊക്കെ ചവിട്ടി പോവും. ഇതിലെ കണ്ടല്ലേ സ്ട്രോബെറികളെ. ഏതാ? അല്ല, നല്ലതാ. നോക്കട്ടെ. ടു സ്മോൾ അല്ലേ? നോക്കട്ടെ. അതിനുണ്ട് പുള്ളിയാണോ? മധുര അത് വലിയതാണല്ലോ. Han var ju lite så, ni kan ju bara på vägen dit och så blir det att ni stannar där och så. Ja. കുഞ്ഞിതൊക്കെ ഉണ്ട്, നല്ല രസമായിട്ടുള്ള കണ്ടോ. കണ്ടോ, ഇത്രയാണല്ലോ. അപ്പോൾ ഇതൊരു കിലോയ്ക്ക് 70 ക്രോണയാണ്. നാട്ടിൽ നമ്മുടെ ഒരു
600 രൂപ ഒക്കെ വരും ഒരു കിലോയ്ക്ക്. കഴിഞ്ഞ പ്രാവശ്യം അത് 60 ക്രോൺ ഉണ്ടായിരുന്നുള്ളൂ, 500 രൂപ ഒക്കെ അടുത്ത്. അപ്പം ഇതിൽ വേണ്ട ഇതിലെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ നടന്നു പോകുമ്പോൾ കണ്ടല്ലോ ചീഞ്ഞ് പോണത് നമ്മൾ പറഞ്ഞത് കണ്ടോ, ചവിട്ടി പോണതും ഇതെല്ലാം കണ്ടോ, ഇതൊക്കെ ചവിട്ടി പോയതാണ് ആൾക്കാർ. യാ വോ യാ എന്താ വരുന്നു അപ്പൻ? ഇപ്പം നമ്മുടെ അവിടെ അടിക്കുന്ന പോലുള്ള പെസ്റ്റിസൈഡ്സ് ഒന്നും ഇവിടെ അടിക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ ഭയങ്കര നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് കഴിക്കാമെന്നും അവർ എഴുതിയിട്ടുണ്ട്. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ അവരെന്തായാലും പറയും ഇത് കഴുകിയിട്ടേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുമായിരിക്കും. യാ ഗുഡ്. നമുക്കൊരു ടേസ്റ്റ് ടെസ്റ്റ് എഴുതി തുറക്കാം. ഗുഡ്, നല്ല മധുരം. ഈവൻ ചെറുതാണെങ്കിലും നല്ല മധുരമുണ്ട്. ഞാൻ ചെറുതിന് മധുരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടില്ല. നല്ല കളർഫുൾ ആയിട്ടുള്ള സംഭവം കണ്ടോ. വാവ്, ബേബിക്ക് ബിഗ് വണ്ണാ കിട്ടിയേ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം കുനിഞ്ഞിരുന്ന് നമ്മൾ തിന്നണം. അല്ല ശരി, സോറി, കുനിഞ്ഞിരുന്ന് പറക്കണം. കണ്ടില്ലേ, ലെഗ്സ് കുഞ്ഞൊക്കെ ഇരുന്ന് പറക്കണ പോലെ കുനിഞ്ഞിരുന്ന് പറക്കണം. പറഞ്ഞ് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് തല കറങ്ങുമോ എനിക്കുമ്പോൾ. ഓ ബിഗ് വൺ, നോട്ട് ഫിനിഷ്, ഐ മീൻ നോട്ട് ഫുൾ യെറ്റ്. അപ്പോൾ യാ, സോ ഇത് കണ്ടില്ലേ, എൻ്റെ സാധനങ്ങൾ കണ്ടില്ലേ. നോട്ടെ കുഞ്ഞിന്, നോട്ടെ കുഞ്ഞു. അവൻ മറ്റുള്ള ബക്കറ്റിൽ നിന്ന് വാരിയെടുക്കുക, അവന് പറിച്ചെടുക്കാതിന് പകരം കണ്ടില്ലേ. നമുക്കിത് ഇങ്ങനെ കുനിഞ്ഞിരിക്കുക, നോക്കുക, പറക്കുക. കണ്ടില്ലേ, എന്താ പറക്കുക. ഇത് പല ആൾക്കാരും ഇതിൻ്റെ തൈയൊക്കെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അത് മറ്റേ ഈ ചാറ്റിലും അതിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവർ അത് അലൗ ചെയ്യില്ല. പക്ഷേ ഈ സാധനം തന്നെ അതിൻ്റെ കുരു കുഴിച്ചിട്ടാലും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നുള്ളൂ. അതെന്താ മറ്റേ ഗ്രീനോ, അത് നമുക്ക് വേണ്ട. ഇപ്പം എൻ്റെ ഓൾമോസ്റ്റ് ഫുള്ളായി കണ്ടോ. ഇത് എൻ്റെ ഓൾമോസ്റ്റ് ഫുള്ളായി. കുഞ്ഞിൻ്റെ ഫുള്ളായോ? എന്തായി ആ അവരുടെ ഇതും കൂടി ഉണ്ടല്ലേ. ഇവരിത് വേണ്ട, ഇതിലൊക്കെ ഒരുപാട് നമ്മൾ മാറ്റി നോക്കിയെടുക്കണം. നമ്മൾ കണ്ടല്ലേ. ഇതിന്ന് കിട്ടുന്ന ആ കുരു ഉണ്ടല്ലോ, അത് കുഴിച്ചിട്ടാലും നമുക്ക് വീട്ടിൽ ഈ സാധനം ഉണ്ടാക്കാം. നമുക്ക് പല വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. യെസ്, ഓ അത് സോ ബിഗ് ആണ്. ഓ ഗുഡാ. ഇതുണ്ടോ, ഇങ്ങനെ ചിലത് നമ്മൾ എടുക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ ചീഞ്ഞത് നമുക്ക് ചിലപ്പോൾ വരാറുണ്ട്. കണ്ടോ, അതെടുക്കണ്ട, കണ്ടോ ചീഞ്ഞത്. അത് എന്തായി നിങ്ങളുടെ ഷേപ്പ്ലെസ് ആയുള്ള ഒരു സ്ട്രോബെറി ഉണ്ടോ? ഗമ്മി ബെയർ പോലെ അല്ലേ? ഹായ് ഗൈസ്,
എന്താ ഈ പരിപാടികൾ കഴിഞ്ഞാൽ നമ്മുടെ? അപ്പോൾ ഇത് എത്രയുണ്ട്? 5 kilograms. യെസ്. അപ്പോൾ യാ ഓക്കെ. അപ്പോൾ ഇത് കറക്റ്റ് 5 കിലോ ഉണ്ട് സംഭവം. കണ്ടില്ലേ? 5 കിലോ ഉണ്ട് സംഭവം. ഉണ്ടോ? 350 ക്രോൺ, അതായത് നമ്മുടെ നാട്ടിലത്തെ ഒരു 3500 അല്ലെങ്കിൽ 3000 രൂപയോളം ആ ഒരു സാധനം 5 കിലോ. യാ ബീറ്റ്റൂട്ട് പോലെ കണ്ടിട്ട് ഞാൻ ഫസ്റ്റ് ഡേയില് ഗമ്മി ബെയർ പോലെ തിന്നത്. പക്ഷെ അത് തിന്നാൻ ഭയങ്കര ഇഷ്ടം തിന്നു. ഇത് ബീറ്റ്റൂട്ട് പോലെ ഇവിടെ കൊമ്പ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നമ്മുടെ ഈ ഭാഗത്തുള്ള ഹെസ്ലോമിൻ്റെ ഏരിയയിലാണ് ഈ സംഭവം. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് പിക്ക് ചെയ്യാൻ സമയമാണ്. കറക്റ്റ് ഇത് ഓഗസ്റ്റ് വരെയാണ് ഇത് തോന്നുന്നത് ഇതിൻ്റെ പീരീഡ് ടൈം. അപ്പോൾ അതിനുണ്ടെങ്കിൽ വന്ന് പിക്ക് ചെയ്യുക. കാരണം ഇത് ഇവിടെ പാർക്കിങ്ങിന് സ്ഥലമുണ്ട്, കണ്ടില്ലേ? ഇവിടെ പാർക്കിങ്ങിന് സ്ഥലമുണ്ട്. അത് കഴിഞ്ഞാൽ പാർക്കിങ്ങിന് വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് നമുക്കിത് ഇവിടെ അവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് പിക്ക് ചെയ്യുക, പേ ചെയ്യുക. മറ്റേ ഇങ്ങനത്തെ ബക്കറ്റ് കാര്യങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് തരും അവർ, ബാക്കിയുള്ളത് മാത്രം എടുക്കുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ. അപ്പോൾ വേറെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുക, വേണം ഫുഡ് വന്ന് കഴിക്കാം, എന്നിട്ട് വന്ന് പിക്ക് ചെയ്യാം. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടുന്ന ഈ സംഭവം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഉള്ളത് പോലെ ഇല്ല. ഇത് അഗെയിൻ പെസ്റ്റിസൈഡ്സ് അടിക്കാത്ത സംഭവമാണ്, നല്ല സംഭവമാണ്. അതങ്ങനെയാണെങ്കിൽ അവർ ഇവിടുന്ന് കഴിക്കാൻ പറയില്ല. നമുക്ക് പിക്ക് ചെയ്യുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യും ഒപ്പം. പക്ഷേ ഫ്രീ ആയിട്ട് വന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ വരിക, ഇവിടെ വന്ന് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ ടോബി? എൻജോയ് ചെയ്തോ? അപ്പോൾ എത്രാമത്തെ ടൈമിൽ നമ്മൾ വരണം ഇവിടെ? എത്രാമത്തെ ഇവിടെ വരണത്? ഓക്കെ. ഹെൽപ്പ് ചെയ്യാനാണ് സംഭവം. അമ്മാമ്മയ്ക്ക് ഫുള്ളായിട്ടില്ല. അപ്പൊ കുഞ്ഞു അമ്മാമ്മനെ ഹെൽപ്പ് ചെയ്ത് വരുന്നുണ്ട്. കുഞ്ഞു അല്ല, അതിന്റെ മുകളിൽ നടന്നാന്ന് തോന്നുന്നു. അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു. ഇത് അമ്മാമ്മയാണ്. ഇത് 3 കിലോനാണ് അമ്മാമ്മയ്ക്കുള്ളത്. എൻജോയ് ചെയ്യാ. ഓക്കെ. കുഞ്ഞൊന്ന് പോയാലോ? എന്നെല്ലാരും വയറ് ഇതാവും. നിറച്ച് വണ്ടി. ഇത് പാടങ്ങൾ, ഇതൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. ഇവരുടെ എല്ലാം കൃഷി സ്ഥലങ്ങളാണ്. അണ്ട് ഈ വീട്ടിന്റെ ഇത് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കാണണം. ഇത്രയും ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ എല്ലാം ഈ പ്രാവശ്യം എല്ലാം എല്ലാം സൈസ് കുറവാണോ? സൈസ് കുറവാ, പക്ഷെ മധുരമുണ്ട് അല്ലേ? അങ്ങനെ ഒത്തിരി ഇതായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ കുറേ ഇങ്ങനെ ഉണ്ടായിരുന്നു. കുഞ്ഞിതാണെങ്കിൽ എല്ലാം ഒന്നും ചെയ്യാത്ത സാധനങ്ങളാണ് അല്ലേ? ഇപ്പോ ഇതും നമ്മൾ ഈ ഗോതമ്പിന്റെ സംഭവം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ അന്ന് വന്ന സമയത്ത് തിരക്കില്ലായിരുന്നു. അതേ പറഞ്ഞു, ഈ കറക്റ്റ് സീസൺ അറിയാന്ന് തോന്നുന്നു. നമ്മളെപ്പോഴെങ്കിലും വരുമല്ലേ, അതെ. അപ്പോൾ ഓഗസ്റ്റ് വരെ ടൈം ഉണ്ടെന്ന് തോന്നുന്നു. ഓഗസ്റ്റ് വരെ നമ്മൾ കണ്ടിരിക്കണത്. അപ്പോൾ ഓഗസ്റ്റ് വരേണ്ട ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വന്ന് നല്ലതായിട്ട് ഫുൾ പറിച്ചിട്ട് നമുക്ക് പോവാം. നമുക്ക് ഓക്കെ. അപ്പം ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണ പരിപാടിയാണ്. ഓക്കെ. അപ്പം നീങ്ങാണ്, വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ goodbye from Rin, Gunners, Dobby and Lexi. Bye. And Mama. And Mama. Bye.